സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 4ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എത്ര പാഠങ്ങൾ പഠിക്കണം, മോഡൽ ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ്, ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ചോദ്യപേപ്പർ കഴിഞ്ഞ വർഷം സമസ്ത നേരിട്ട് മദ്രസകളിൽ നടത്തിയതാണ്. അതുകൊണ്ട് കൃത്യമായ മോഡലും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒരു തവണ കേട്ടിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ മറ്റൊരു തവണ കൂടെ കേട്ട് നിർബന്ധമായും ഇതിലെ ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ആൻസറുകളും മനസ്സിലാക്കി വെക്കുക. സാധാരണ പോലെ തന്നെ യോജിച്ചവ ചേർക്കാം എന്നതിൽ 5 ചോദ്യങ്ങളുണ്ട്. ഉത്തരങ്ങൾ ഇടതുഭാഗത്ത് കള്ളിയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ഈമാനിൻ്റെ ഭാഗമാണ് വൃത്തി വേണം. വൃത്തി ഈമാനിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. എന്നും കുളിക്കണം, നല്ല വൃത്തിയിൽ നടക്കണം, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം, എപ്പോഴും വൃത്തി കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. കാരണം ഈമാനുമായിട്ടതിന് ബന്ധമുണ്ട്. രണ്ടാമത്തത് തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, മാറി നിൽക്കണം, തിന്മകളിലേക്ക് അടുക്കരുത്. അതാണ് യോജിച്ചത്. മൂന്നാമത്തത് നമ്മുടെ പ്രകൃതി അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രകൃതി നമുക്ക് മാത്രമുള്ളതല്ല, ഇവിടെ ജീവിക്കുന്ന എല്ലാ ജീവികൾക്കും, അതുപോലെ തന്നെ നമ്മുടെ ശേഷം വരുന്ന ഓരോ മനുഷ്യർക്കും ജീവികൾക്കും കൂടെ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രകൃതിയെ ആ നിലക്ക് കാണുക. നാലാമത്തത് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. ലഹറൽ ഫസാദ് വെളിവായി, ഫിൽ ബർരി കരയിലും, വൽ ബഹരി കടലിലും. ഫസാദ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടുകൾ വെളിവായി. കടലിലുണ്ട്, കരയിലുണ്ട്. ബിമാ കസബത്ത് ചെയ്തതിനാൽ, ഐദിന്നാസ് ജനങ്ങളുടെ കരങ്ങൾ ചെയ്ത പ്രവർത്തികളുടെ അനന്തരഫലമാണ് കടലിലും കരയിലൊക്കെ ഇങ്ങനെ ഫസാദുകൾ പ്രകടമാകുന്നത്. ആ ആയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാണാതെ പഠിച്ചു വെക്കുക, അതിൻ്റെ ആശയവും മനസ്സിലാക്കുക. ഇനി 5 നല്ലിഫു, നിങ്ങൾ വൃത്തിയാക്കണം, മഫ്നിയത്തക്കും, നിങ്ങളുടെ മുറ്റം, വീടിൻ്റെ മുറ്റം എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. അകം മാത്രം വൃത്തിയാക്കി പുറം വൃത്തിഹീനമായി കിടക്കുമ്പോൾ കാണുന്ന ആളുകൾക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളും ഇങ്ങനെയാണെന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് എന്തു വേണം, വീടിൻ്റെ മുറ്റവും വീടിൻ്റെ അകവും ഒക്കെ പരിസരവും ഒക്കെ ഒരുപോലെ വൃത്തിയാവണം. അതൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇനി നമുക്ക് രണ്ടാമത്തത് വായിക്കാം. വ്യക്തമാക്കാം എന്ന ചോദ്യമാണ്. അതിലൊന്ന്, ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ എന്തൊക്കെയാണ്? മിസ്വാക്ക് ചെയ്യണം, അഥവാ ബ്രഷിൽ പല്ല് തേക്കുക, നഖം മുറിക്കണം, കുളിക്കണം. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ വൃത്തിക്ക് വേണ്ട കാര്യങ്ങളാണ്. ഇനി രണ്ടാമത്തത്, പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. ഏതൊക്കെയാണ്? വീട്, വിദ്യാലയം, മുറ്റം, വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി മൂന്നാമത്തത്, പൂർത്തിയാക്കാം എന്ന ചോദ്യമാണ്. ഇതുപോലെ 1-2 ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് പാഠഭാഗങ്ങൾ നന്നായി നമ്മളിപ്പോൾ വായിക്കണം, മനസ്സിലാക്കണം. ഇതിലൊന്നാമത്തത്, മരണാന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. അപ്പോൾ നമ്മളിവിടെ എവിടെയെങ്കിലും ഒരു മരം വെച്ചു, നമ്മൾ മരിച്ചു, ആ മരത്തിൽ ഒരു മാമ്പഴമുണ്ടായി, ആ മാമ്പഴം ഒരു അണ്ണാൻ വന്ന് കഴിച്ചു, നമ്മൾ കിടക്കുന്ന കവറിലേക്ക് അതിൻ്റെ കൂലി കിട്ടും. അതുപോലെ എന്ത് മരം വെച്ചാലും കിളികൾ വന്ന് ഇരുന്നാൽ കൂലി, മനുഷ്യൻ അതിൻ്റെ തണൽ കൊണ്ടാൽ കൂലി. അപ്പം മരണാന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. രണ്ടാമത്തത്, വിഭവങ്ങളുടെ അമിത വ്യയം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ്. പ്രകൃതിയിൽ നിന്ന് നമുക്കൊരുപാട് വിഭവങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് കരുതി അതിനെ വെറുതെ പാഴാക്കി കളയരുത്. കിട്ടുന്നതെല്ലാം എടുത്തിട്ട് അതിനെ ഉപയോഗശൂന്യമാക്കി പാഴാക്കി കളയുക, അത് പ്രകൃതിയെ നശിപ്പിക്കലാണ്. ആവശ്യമുള്ളത്, ഇപ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വെള്ളമെല്ലാം എടുത്ത് നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ വെള്ളം ഉണ്ടാവുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ വിഭവങ്ങളും. മൂന്നാമത്തത്, പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക്. നാലാമത്തത്, കൽബിന് ശുദ്ധി വരുത്തി നമ്മൾ നല്ലവരായി നടന്നിടും. ഇതുപോലത്തെ ബൈത്തുണ്ട്. ബൈത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ
അറിയാണ്ടായി പോകരുതല്ലോ. ഏതെങ്കിലും ഒരു വൈത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. മുഴുവൻ മാർക്കും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നാലാമത്തത് ഉത്തരം എഴുതാം എന്ന ചോദ്യം. ഒന്നാമത്തത്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തു ചൊല്ലണം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. പഠിച്ചു വെക്കുക. രണ്ടാമത്തത്, സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട അമിത വ്യയം എന്തായിരുന്നു? ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുളു ചെയ്തത്. വെള്ളത്തിൻ്റെ അമിത വ്യയമാണ് സഅദ് റളിയല്ലാഹു അൻഹുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത്. മൂന്നാമത്തത്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാൽ മുന്തിക്കണം? പുറത്തിറങ്ങുമ്പോൾ ഏത് കാലാണ്? ഇടത് കാലാണ്. അകത്തോട്ട് കയറുമ്പോൾ വലത് കാല്, ഇറങ്ങുമ്പോൾ ഇടത്, കയറുമ്പോൾ വലത്. ഓക്കെ. ഇനി നമുക്ക് അഞ്ചാമത്തതാണ് വായിക്കാനുള്ളത്. 2 വീതം എഴുതാം എന്ന ഈ ചോദ്യപേപ്പറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതെല്ലാം നന്നായി വായിച്ച് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് കൂടെ കൂടുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ താങ്ക്സോ ആമീനോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ഒന്നാമത്തത്, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന് ആവശ്യമായ കാര്യങ്ങളാണ്. അതിൻ്റെ ഉത്തരം താഴെയാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ഒരുപാടെണ്ണം ഉള്ളതുകൊണ്ട് അവിടെ സ്ഥലമില്ല, താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം. സഹജീവികളെ സംരക്ഷിക്കുക. മറ്റു ജീവികൾ, നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന മറ്റുള്ള ജീവികൾ, പൂച്ച, അതുപോലെ പശു, ആട്, ഇവകളൊക്കെ നമ്മൾ സംരക്ഷിക്കണം. കാരണം എല്ലാ ജീവികളും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പ്രകൃതി സമൂഹം മനോഹരമായി നിലനിൽക്കുക. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ജലം മലിനമാക്കാതിരിക്കുക, അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക, പ്രകൃതി വിഭവങ്ങളിൽ ദുർവ്യയം ഒഴിവാക്കുക, മലകൾ ഇടിച്ച് നിരത്താതിരിക്കുക, വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക. ഇതൊക്കെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തത്, പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികളാണ് ചോദിച്ചിട്ടുള്ളത്. പ്ലാസ്റ്റിക് കുറക്കാൻ നമുക്ക് തുണിസഞ്ചി ഉപയോഗിച്ചാൽ കുറേയൊക്കെ പ്ലാസ്റ്റിക് കുറയും. പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് സംരക്ഷണത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. ഈ കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് നിയന്ത്രണത്തിൻ്റെ വഴികളാണ്. മൂന്നാമത്തത്, പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതും താഴെ എഴുതി കൊടുത്തിട്ടുണ്ട്, വായിക്കാം. 100 കണക്കിന് വർഷങ്ങൾ മണ്ണിലും വെള്ളത്തിലും അത് ദ്രവിക്കാതെ കിടക്കും. മണ്ണിനെയും വെള്ളത്തെയും അത് മലിനമാക്കും. ഭക്ഷണം വഴിയായി ജീവികളുടെ ശരീരത്തിൽ അതിൻ്റെ അംശങ്ങളെത്തും. ശരീരത്തിലെത്തിയ പ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും. കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസനം വഴി ശരീരത്തിലെത്തും. ശരീരത്തിലെത്തിയ വിഷപ്പുക മാരക രോഗങ്ങൾക്ക് കാരണമാകും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉത്തരങ്ങളായി വരുന്നത്. നിങ്ങൾക്ക് എളുപ്പമുള്ളത് പഠിച്ചു വെക്കുക. 1-2 തവണ മനസ്സിലാക്കി കേട്ടുവെക്കുക. അഥവാ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാനോ വേർതിരിക്കാനോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാതെയായി പോകരുത്. ഇനി ഏറ്റവും ലാസ്റ്റ് ചോദ്യം പൂരിപ്പിക്കാമെന്ന ചോദ്യമാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലൂക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലാ വറബ്ബിന തവക്കൽന. ഇത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ ചെല്ലാനുള്ളതല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ദുറൂസിൽ നമുക്ക് 4 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠങ്ങളാണ്. ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ, വിശാല അർത്ഥത്തിൽ വരുന്ന ഒരുപാട് ചോദ്യങ്ങളുള്ള പാഠങ്ങളാണ്. എല്ലാം നന്നായി വായിക്കുക. ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പ്രത്യേകിച്ച് ഇതുപോലെ കൂടുതൽ കാര്യങ്ങൾ വരുന്നതിൽ നിന്നൊരു 3 ചുരുങ്ങിയത് നിർബന്ധമായും കാണാതെ എഴുതി പഠിച്ചു വെക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഉയർന്ന മാർക്ക് ലഭിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ ചെയ്യുക. ഒരു ലൈക്ക് കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ. നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.